SSLC-ക്കാരുടെ മാത്സിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. അതിലെ പേജ് നമ്പർ 21 ആൻഡ് 22 ഉള്ള ആക്ടിവിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ എന്തൊക്കെ ടൈപ്പ് പ്രോബ്ലംസ് നോക്കിയെന്നറിയോ? അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു സീക്വൻസ് തന്നിട്ട് അരിത്തമെറ്റിക് സീക്വൻസിൽ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം. പിന്നെ നമ്മൾ പ്രോബ്ലം നോക്കിയത് രണ്ട് പൊസിഷനിലുള്ള നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും. രണ്ട് പൊസിഷനിലുള്ള നമ്പേഴ്സ്, തേർഡ് ടേം സിക്സ്ത് ടേം, അതേപോലെ ഇത് കിടക്കണം തേർഡ് ടേം അല്ലെങ്കിൽ സെക്കൻഡ് ടേം ഫോർത്ത് ടേം. അപ്പൊ ടേംസും തന്നിട്ടുണ്ടാവും, പൊസിഷൻസും തന്നിട്ടുണ്ടാവും. അതിൽ നിന്നും സീക്വൻസ് എഴുതാൻ അല്ലെങ്കിൽ സീക്വൻസ് ഫില്ല് ചെയ്യാൻ, അതിനായിട്ട് നമ്മൾ ഒരു ഫോർമുല എന്താ പഠിച്ചത്? ടേംസിന്റെ ഡിഫറൻസ് ഓഫ് ടേംസ് എന്ന് പറയുന്നത് പൊസിഷന്റെ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ്. പൊസിഷൻ തമ്മിലുള്ള വ്യത്യാസം ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ഓഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതില് രണ്ടാമത്തെ പ്രോബ്ലം എന്താണ്? തേർഡ് ടേം ഇസ് ഈക്വൽ ടു പൊസിഷൻ തേർഡ് ആണ്. വാല്യൂ എന്താണ്? വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 43 ആണ്. അടുത്തത് സിക്സ്ത് ടേം എഴുതിയിട്ടുണ്ട്, വാല്യൂ എന്ന് പറയുന്നത് 76 ആണ്. സീക്വൻസ് എങ്ങനെ എഴുതും? ഇതേ സാധനം ഡിഫറൻസ് ഓഫ് ദ ടേം 76 മൈനസ് ഡിഫറൻസ് ഓഫ് ടേം ഫോർമുല എഴുതണം കേട്ടോ. ഡിഫറൻസ് ഓഫ് ടേം ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു ഡി. അപ്പൊ ഡിഫറൻസ് ഓഫ് ടേം എന്ന് പറഞ്ഞാൽ 76 മൈനസ് 43 ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് 6 മൈനസ് 3 ഇൻറ്റു ഡി. അപ്പൊ എത്രയാ കിട്ടിയേ? 333 ഇസ് ഈക്വൽ ടു 3d, d ഇസ് ഈക്വൽ ടു 11 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സീക്വൻസ് എഴുതാം. തേർഡ് ടേം ആണ് തന്നേക്കണേ. 1, 2, മൂന്നാമത്തെ ടേം ആണ് 43 എന്ന് തന്നിരിക്കുന്നത് അല്ലെ. ഇനി നമുക്ക് 5 ടേംസ് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ടേമും നിന്നും ഒന്നാമത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കും? ഡിഫറൻസ് ഓഫ് ടേംസ് 43യിൽ നിന്നും എങ്ങനെയാ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഡി ആണ്. ഇവിടെ നിന്ന് ഒരു ഡി കുറവ്, ഇവിടെ നിന്ന് രണ്ടാമത്തെ ഡി കുറവ്, മൊത്തം വ്യത്യാസം 2d ആണ്. അതായത് 43യിൽ നിന്നും എത്ര കുറച്ചാൽ നമുക്ക് ആദ്യത്തെ ടേം കിട്ടും? 2 പ്രാവശ്യം ഡി കുറച്ചാൽ 2 ടൈംസ് 11 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. ഓക്കെ, അപ്പൊ 43 മൈനസ് 22 എത്രയാണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് 21 എന്ന് കിട്ടും. ഇനി 43യിൽ നിന്നും ഒരു ഡി കുറച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടേം കിട്ടും. ഓക്കെ, സെക്കൻഡ് ടേം ഇസ് ഈക്വൽ ടു തേർഡ് ടേമിൽ നിന്നും ഒരു ഡി കുറച്ചാൽ മതി. 43 മൈനസ് ഡി എന്താണ് വാല്യൂ? 11 വിച്ച് ഇസ് ഈക്വൽ ടു 32 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ഫോർത്ത് ടേം എങ്ങനെയാ കണ്ടുപിടിക്കണേ? ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പ്ലസ്, ഇവിടെ പ്ലസ് ആണ്. അപ്പൊ 43 പ്ലസ് ഡി. ഫോർത്ത് ടേം ഇസ് ഈക്വൽ ടു തേർഡ് ടേം പ്ലസ് ഡി is equal to 43 plus d is equal to 43 plus 11 is equal to 54. മനസ്സിലായോ? അതിന്റെ അടുത്ത ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്ത് ടേം എത്രയാ? ഫോർത്ത് ടേമിന്റെ കൂടെ ഒരെണ്ണം ആഡ് ചെയ്താൽ പോരെ. ഫോർത്ത് ടേം plus d is equal to 54 plus 11 is equal to 65. So sequence എടുത്ത് എഴുതണം. Sequences 21, 32, 43, 54, 65 എന്ന് നമ്മൾ എടുത്ത് എഴുതണം. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം എന്താണ്? third term is equal to 2. third term പൊസിഷൻ എന്ന് പറഞ്ഞാൽ third term 2 ആണ്. fifth term 3 ആണ്. മനസ്സിലായോ? അപ്പോ ഇതിൽ നിന്ന് ബാക്കി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ്, ഇവരുടെ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് ആണ് അറിയാത്തത്. ഡിഫറൻസ് ബിറ്റ്വീൻ ടേം എത്രയാണ്? 3 മൈനസ് 2 ഇസ് ഈക്വൽ ടു പൊസിഷന്റെ ഡിഫറൻസ് എത്രയാ? 5 മൈനസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ്. അപ്പൊ 1 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡി. അപ്പൊ ഡി എത്രയാ? 1 ഡിവൈഡഡ് ബൈ 2, 1/2 ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡിൽ നിന്നും എത്ര പൊസിഷൻസ് ഇപ്പുറത്താണ്? 2 പൊസിഷൻസ്. അപ്പൊ വ്യത്യാസം എത്രയാ? 2d കുറയ്ക്കണം. തേർഡ് ടേമിൽ നിന്നും തേർഡ് ടേം മൈനസ് 2d ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ടേം കിട്ടുന്നത്. അതിൽ ഡൗട്ട് ഉണ്ടോന്ന് നോക്കുക. ഓക്കെ, ഇത് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ഫസ്റ്റ് ടേം ചെയ്യണമെന്നുണ്ടെങ്കിൽ തേർഡ് ടേമിൽ നിന്നും 2d കുറയ്ക്കണം. ഓക്കെ, അപ്പൊ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എത്രയാ? 2 ആണ്. 2ൽ നിന്നും
2 ടൈംസ് 1/2 കുറയ്ക്കണം. ഓക്കെ, അപ്പൊ 2 മൈനസ് ഇത് കട്ടായി പോകും. 2 ഇൻറ്റു 2ഉം 2ഉം കട്ടായി പോകും. -1 എന്ന് വരും. ഇവിടെ 1. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ എത്രയാ? സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ തേർഡ് ടേം 1 2 തേർഡ് ടേം നമുക്ക് 2 എന്ന് തന്നിട്ടുണ്ട്. അടുത്ത ടേം അതിന്റെ അടുത്ത ടേം. അപ്പൊ 2 പ്രാവശ്യം ഡി കുറച്ചാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. ഒരു പ്രാവശ്യം ഡി കുറച്ചാൽ തേർഡ് ടേം മൈനസ് ഡി കുറച്ചാൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. അപ്പൊ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 മൈനസ് ഒരു ഡി എന്ന് പറഞ്ഞാൽ -1/2. അപ്പൊ 2 - 1/2 എങ്ങനെയാ ചെയ്യണേ? 2 × 2 LCM എടുക്കണം. ഹോൾ ബൈ 2. ഇവിടെ ബൈ 2 വരണമെങ്കിൽ മുകളിലും കൂടി 2 ഇൻറ്റു ചെയ്യണം. അങ്ങനെയല്ലേ ഫ്രാക്ഷൻ ചെയ്യുന്നത്? ഫ്രാക്ഷന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അപ്പൊ 2നെ താഴെയും ബൈ 2 വരുത്തണമെങ്കിൽ ഹോൾ ബൈ 2 ആക്കണമെങ്കിൽ ഇവിടെ ഇൻറ്റു 2 ഇവിടെ -/2. അപ്പൊ 4 - 1/2. 4 - 1/2 = 3/2 ആണ് ഇവിടത്തെ. ഇനി ഇങ്ങോട്ടേക്കോ പ്ലസ് ഡി ചെയ്യണം. തേർഡ് ടേമിന്റെ കൂടെ ഒരു പ്ലസ് ഡിയും കൂടി ചെയ്യണം. അപ്പൊ ഇതെങ്ങനെ എഴുതും? ഫോർത്ത് ടേം = തേർഡ് ടേം പ്ലസ് ഡി. അതായത് 2 + ½ = എത്രയാണ് ആൻസർ? 2 + ½ എന്ന് പറഞ്ഞാൽ 2.5 എന്ന ആൻസർ കിട്ടും. ഇനി അടുത്ത ടേം എങ്ങനെ കണ്ടുപിടിക്കും? ഫിഫ്ത്ത് ടേം = ഫോർത്ത് ടേമിന്റെ കൂടെ ഒരു ഡി ആഡ് ചെയ്താൽ പോരെ. 2.5 + ½ = 2.5 + ½ = 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ സീക്വൻസ് എങ്ങനെ വരും? 1 1.5 2 2.5 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ടേം 2 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഫോർത്ത് ടേം 2 ആണ് ആൻഡ് സെവൻത്ത് ടേം എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ സെയിം ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് = എത്രയാണ്? പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് എത്രയാ? ഇവര് തമ്മിൽ 3 - 2 = പൊസിഷൻ ഡിഫറൻസ് എത്രയാ? 7 - 4 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ 1 = 3 ഇൻറ്റു ഡി. ഡി = 1/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് നോക്കാം. തേർഡ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. ഫോർത്ത് ടേം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഫോർത്ത് ടേമിന്റെ ഫസ്റ്റ് ടേം ഓക്കെ, ഫോർത്ത് ടേം തന്നിട്ടുണ്ട്. ഫോർത്ത് ടേം എത്രയാണ്? ഫോർത്ത് ടേം എന്ന് പറയുന്നത് നമുക്ക് 2 എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നോക്കിയേ, വാല്യൂ ഡിഫറൻസ്. ഓക്കെ, ഡിഫറൻസ് ഓഫ് ടേംസ്. വേറെ രീതി പറഞ്ഞാൽ, വേറെ രീതിയല്ല, സെയിം തന്നെയാണ്. ഡിഫറൻസ് ഓഫ് ടേംസ് = പൊസിഷൻ ഡിഫറൻസ് 4 - 1 ഇൻറ്റു കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് നമുക്കറിയാലോ. 4 - 1 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് നമ്മൾ ഇപ്പൊ പറഞ്ഞ 1/3 = ഇത്രയാണ്. 3ഉം 3ഉം കട്ടായി 1. സോ ഡിഫറൻസ് ഓഫ് ടേം, ഫോർത്ത് ടേമും ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. ഓക്കെ, അതിന്റെ അർത്ഥം 2ൽ നിന്നും 1 കുറച്ചാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും എന്നല്ലേ? മനസ്സിലായി? വേറെ രീതിയാണ് പറഞ്ഞു തന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. വേറെ രീതിയല്ല, ഇതിനെ തന്നെ ഫോർമുല അപ്ലൈ ചെയ്ത് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ ഇത് നോക്കിയേ, ഇവിടെ നമ്മൾ എങ്ങനെയാ പഠിച്ചത്? നമ്മൾ ഇത് തന്നെയാ പഠിച്ചത്. ഒരു ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. ഓക്കെ, ഫോർത്ത് ടേം ഇത് ഫിഫ്ത്ത് ടേം. ഫോർത്ത് ടേം 2 ആണെന്ന് അറിയാം. ഒരു ഡി കുറയ്ക്കണം, 2 ഡി കുറയ്ക്കണം, 3 ഡി കുറയ്ക്കണം. ഇങ്ങനെ ടോട്ടലി 3 ഡി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഇതിനെ കിട്ടുന്നത്. അത് തന്നെയാ ഡിഫറൻസ്. നമ്മൾ ഡയറക്ട്ലി കണ്ടുപിടിച്ചു. എന്താ കുറയ്ക്കേണ്ടതെന്ന് ഡയറക്ട്ലി ഫോർമുല ഇട്ട് കണ്ടുപിടിച്ചു. അത് തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ 1 ആണ് കുറയ്ക്കേണ്ടത്. ഡിഫറൻസ് ഓഫ് ടേം ആണ് കുറയ്ക്കേണ്ടത്. അപ്പൊ 2ൽ നിന്നും 1 കുറച്ചപ്പോ എനിക്ക് ഫസ്റ്റ് ടേം കിട്ടി. ഇനി സെക്കൻഡ് ടേം കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഫോർമുല ഇട്ട് കണ്ടുപിടിച്ചാൽ നോക്കിയേ, ഡിഫറൻസ് ഓഫ് ടേംസ് = പൊസിഷൻ ഡിഫറൻസ്. 4ഉം ഇത് സെക്കൻഡ് പൊസിഷനാ. ഫോർത്ത് പൊസിഷൻ മൈനസ് സെക്കൻഡ് പൊസിഷൻ ഇൻറ്റു 1 കോമൺ ഡിഫറൻസ് = 2/3. ഡിഫറൻസ് 2/3 ആ. അപ്പൊ എന്താ കുറയ്ക്കണ്ടേ? 2 - 2/3. ഇനി അതല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാന്നറിയാം? ഫസ്റ്റ് ടേം കിട്ടിയില്ലേ? ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താ പോരെ, അല്ലെ? ഫസ്റ്റ് ടേം പ്ലസ് ഡി. ഞാൻ തിരിച്ചും മറിച്ചും പറയണത് എന്തിനാന്നറിയോ? അപ്പോഴേ കോൺസെപ്റ്റ് പക്ക ക്ലിയർ ആവുള്ളൂ.
ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കേട്ട് നോക്കുക, ഗിവ് അപ്പ് ചെയ്യാണ്ട് ചെയ്തു നോക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേമിന്റെ കൂടെ ഡി ആഡ് ചെയ്യാം. അപ്പൊ 2 മൈനസ് 2/3യും 1 പ്ലസ് ഡിയും സെയിം ആണോ എന്ന് നമുക്ക് നോക്കാം. 2 മൈനസ് 2/3 എത്രയാ? 2 മൈനസ് 2/3. LCM എടുക്കണം. അപ്പൊ 3 into 2 എടുത്തു കഴിഞ്ഞാൽ 6 മൈനസ് 2/3 is equal to 4/3. മറ്റേത് എന്താണ്? 1ന്റെ കൂടെ ഫസ്റ്റ് ടേമിന്റെ കൂടെ ഡി ആഡ് ചെയ്താലും സെയിം കിട്ടണ്ടേ? ഇവിടെ നിന്നും 2 ഡി കുറച്ചാലും ഇവിടെ നിന്ന് 1 ഡി ആഡ് ചെയ്താലും ഒരേ സാധനം കിട്ടണ്ടേ? 1 പ്ലസ് 1/3 എത്രയാണ്? LCM എടുത്ത 3 പ്ലസ് 1/3 is equal to 4/3. രണ്ടാണെങ്കിൽ നമുക്ക് 4/3 എന്ന ആൻസർ കിട്ടും. ഇനി ഈ 4/3യുടെ കൂടെ സെക്കൻഡ് ടേമിന്റെ കൂടെ പ്ലസ് ഡി പ്ലസ് 1/3 ചെയ്താൽ അടുത്ത ആളെ കിട്ടണം. വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുന്നത്? അടുത്ത ടേം എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും 2 ഇത് എത്രയാ? തേർഡ് ടേം ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം പ്ലസ് ഡി വിച്ച് ഇസ് 4/3 പ്ലസ് 1/3 is equal to 5/3. ഫോർത്ത് ടേം നമുക്കറിയാം 2 ആണെന്ന് അറിയാം. ഓക്കെ, ഫിഫ്ത്ത് ടേം is equal to ഫോർത്ത് ടേം പ്ലസ് ഡി is 2 plus 1/3 which is equal to 7/3. മനസ്സിലായോ എങ്ങനെയാ ചെയ്യണേന്ന്? ഓക്കെ, അപ്പൊ ഇത്രയും സംഭവങ്ങൾ. ഇനി അത് ഈ ഫസ്റ്റ് സെക്ഷന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ടേം 5 എന്ന് തന്നിട്ടുണ്ട്, ഫിഫ്ത്ത് ടേം 2 ആണ്. അപ്പൊ ഇനി അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കുക. സെയിം തിങ്. എന്താണ് ഡിഫറൻസ് ഇൻ ടേംസ് ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻടു കോമൺ ഡിഫറൻസ് വിച്ച് ഈസ് ഡിഫറൻസ് ഇൻ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഇതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. നോക്കിയേ, 2 മൈനസ് 5 തിരിച്ചു ചെയ്യല്ലേ? 2 മൈനസ് 5. പൊസിഷൻ ഡിഫറൻസ് എത്രയാ? 5 മൈനസ് 2 ഇൻടു ഡി, ഫിഫ്ത്ത് മൈനസ് സെക്കൻഡ്. ഓക്കെ, 2 മൈനസ് 5 എത്രയാ? വലുതിന്റെ സൈൻ ആദ്യം എടുത്തിടണം, ഡിഫറെന്റ് സൈൻസ് ആണ്. അപ്പൊ 5 മൈനസ് 2 ചെയ്ത കുറയ്ക്കണം. അപ്പൊ 3 എന്ന് കിട്ടി. ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ഡി ആണ്. മനസ്സിലായോ? അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ -3, ഈ 3 താഴേക്ക് വരും. -3 ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു -1. അതായത് സീക്വൻസ് പൊക്കോണ്ടിരിക്കുമ്പോ വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. സാധാരണ നമ്മൾ 2, 4, 6, 8 എന്നല്ലേ സീക്വൻസ് കൂടിക്കൊണ്ടിരിക്കുന്ന സീക്വൻസ് അല്ലേ കണ്ടേ? ഇവിടെ നേരെ തിരിച്ച് 8, 6, 4, 2 കുത്തു കുറഞ്ഞു വരുന്ന സീക്വൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ തന്നേക്കണേ? സെക്കൻഡ് പൊസിഷനിൽ 5 കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി തേർഡ് ഇല്ല, ഫോർത്ത് ഇല്ല, ഫിഫ്ത്ത് പൊസിഷനിൽ 2 കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നോക്കിയേ, ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു സാധാരണ പോലെ സെക്കൻഡ് ടേം മൈനസ് ഡി. അതായത് 5 മൈനസ് ഡി എത്രയാ? -1. ബ്രാക്കറ്റ് ഇടണം, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്നടിക്കും. -1 ബ്രാക്കറ്റ് ഇടണം. എല്ലാ കുട്ടികളും ബ്രാക്കറ്റ് ഇടുന്നത് തെറ്റിക്കും. -1 എന്ന് പറഞ്ഞ എത്രയാ? മൈനസ് ഇൻറ്റു മൈനസ് എന്നാണ് അർത്ഥം. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. 5 പ്ലസ് 1 ഇവിടെ 6 വരും. അടുത്തത് എന്താ? തേർഡ് ടേം ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം പ്ലസ് ടി. അതായത് 5 പ്ലസ് ബ്രാക്കറ്റില് -1. 5 പ്ലസ് ഇൻറ്റു മൈനസ് എത്രയാ? പ്ലസ് ഇൻറ്റു മൈനസ് ഇതിനെ ഒറ്റ സൈൻ ആക്കാൻ പോവാണ്. ഒരു സൈൻ ആക്കണം എപ്പോഴും. ഓക്കെ, അപ്പൊ പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ ഇവരെ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ മൾട്ടിപ്ലൈ ആയെന്നാണ് അർത്ഥം. അൺലൈക്ക് സൈൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ആണ് വരുന്നത്. ഓക്കെ, മൈനസ് ഇൻറ്റു മൈനസ് ചെയ്താൽ പ്ലസ് കിട്ടും. പ്ലസ് ഇൻറ്റു പ്ലസ് ചെയ്താലും പ്ലസ് കിട്ടും. പ്ലസ് ഇൻറ്റു മൈനസ് ചെയ്താൽ മൈനസ് കിട്ടും. മൈനസ് ഇൻറ്റു പ്ലസ് ചെയ്താലും മൈനസ് കിട്ടും. കണ്ട, വേറെ സൈൻ ആണെങ്കിൽ മൈനസ് എന്ന ഒറ്റ സൈൻ ഇട്ടു. 5 മൈനസ് 1 ഇസ് ഈക്വൽ ടു 4. അപ്പൊ ഇവിടെ 4 കിട്ടി. ഇനി അടുത്തത് എന്താ? അടുത്തത് ഫോർത്ത് ടേം ഇസ് ഈക്വൽ ടു തേർഡ് ടേം പ്ലസ് ഡി. തേർഡ് ടേം എത്രയാ? 4. 4 പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിനുള്ളിൽ -1 എണ്ണ. ഇവര് രണ്ടുപേരും ഒറ്റ സൈൻ ആക്കണം. 4 പ്ലസ് ഇൻറ്റു മൈനസ് 4 മൈനസ് 1 ഇസ് ഈക്വൽ ടു 3. മനസ്സിലായോ? ഇതാണ് അപ്പൊ നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ സെയിം രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഒന്നിച്ച് നോക്കി പോണേ. ഫിഫ്ത്ത് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസസ്. ഫിഫ്ത്ത് ടേം പൊസിഷൻ ആണ്. പൊസിഷൻ ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ 38 ആണ്.
9th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66 ആണ്. 25th ടേം എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല നമുക്ക്. ആദ്യം നമുക്ക് ബാക്കി കോമൺ ഡിഫറൻസ് ഒക്കെ കണ്ടുപിടിക്കാം. എളുപ്പമാണ്, ഡോണ്ട് വറി. നമ്മുടെ ഫോർമുല എല്ലാം ഒറ്റമൂലി പ്രയോഗം മാത്രം. അപ്പൊ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് is equal to position difference into common difference ആണല്ലോ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ടേം 66 മൈനസ് 38 is equal to പൊസിഷൻ ഡിഫറൻസ് എത്രയാ? 9 മൈനസ് 5 into common difference. 66 minus 38 എന്ന് പറഞ്ഞാൽ 28 is equal to 9 minus 5 എന്ന് പറഞ്ഞാൽ 4 into d. d is equal to 28 divided by 4 is equal to 9 എന്ന് നമുക്ക് കിട്ടി. ഇനി നോക്കിക്കോ, ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? 25th ടേം ആണ് കണ്ടുപിടിക്കേണ്ടേ. ഓക്കെ, അപ്പൊ ഇത് നോക്കിയേ, 9th ടേം പൊസിഷൻ 9th ടേം ആണ് നമുക്ക് വേണ്ടത്. 25th ടേം ആണ്. 9th ടേമിന്റെ വാല്യൂ 66 ആണ്. ഇത് എത്രയാണെന്നാണ് നമുക്ക് അറിഞ്ഞൂടാത്തത്. അപ്പൊ നോക്കിയേ, വീണ്ടും ഫോർമുല എടുക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് എന്താണെന്ന് നമുക്കറിയില്ല. ഡിഫറൻസ് ബിറ്റ്വീൻ ടേം ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് 25 മൈനസ് 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാ? 25 മൈനസ് 9 എത്രയാണ്? 25 മൈനസ് 9 ഈസ് 16 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? 9. അപ്പൊ 9th ടേമും 25th ടേമും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 16 ഇൻറ്റു 9 ആണ്, വിച്ച് ഇസ് 144 ആണ്. മനസ്സിലായോ? അപ്പൊ ഈ പറയുന്ന ഇപ്പൊ ഇവര് 25th ടേം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഡിഫറൻസ് ആണ് തന്നേക്കണേ. അപ്പൊ ഈ ഡിഫറൻസ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ 25th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 66 plus 144 which is equal to, സോറി ഇതിലൊരു മിസ്റ്റേക്ക് വന്നേ. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 28 divided by 4 7. എനിക്ക് ഇങ്ങനെ ഫുള്ളി ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ മിസ്റ്റേക്സ് വരും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മനഃപൂർവ്വം മിസ്റ്റേക്ക് വരുത് കേട്ടോ. അപ്പൊ 28 divided by 4 is equal to 7. ഓക്കെ, അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ്. അപ്പൊ 16 into 7 എത്ര കിട്ടും? 16 into 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 112. അപ്പൊ 25th ടേം എന്ന് പറഞ്ഞാൽ 66ന്റെ കൂടെ 112 ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്ന അറിയാമോ? 178 എന്ന് നമ്മുടെ 25th ടേമിന് കിട്ടും. ഇനി അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. നോക്കിയേ, പൊസിഷൻ നമുക്ക് ആര് തന്നിട്ടുണ്ട്? 5th ടേമിനെ തന്നിട്ടുണ്ട്. 5th ടേം എത്രയായിരുന്നു? 38 ആയിരുന്നു. ഓക്കെ, നമുക്ക് 25th ടേം കണ്ടുപിടിക്കണം. അത് എത്രയാണെന്ന് അറിയില്ല. പക്ഷെ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കണം? ഡിഫറൻസ് ഓഫ് ടേം ഇസ് ഈക്വൽ ടു എത്രയാണ്? പൊസിഷൻ ഡിഫറൻസ് 25 മൈനസ് 5 20 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? 7. എത്രയാ? 140 എന്ന് കിട്ടും. അതായത് 38ന്റെ കൂടെ 140 ആഡ് ചെയ്താൽ നമുക്ക് ഈ ടേം കിട്ടും. അതും 178 എന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ടൈപ്പ് കഴിഞ്ഞു. ഇനി വേറെ 2 ടൈപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഓഡിയോസും വീഡിയോസും എല്ലാം തിരുവനന്തപുരത്തെ മണക്കാടുള്ള നളന്ദ സെന്ററിന്റെ കീഴിലാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ സോഷ്യൽ സ്റ്റഡീസ് ഹിസ്റ്ററിയുടെ ഓഡിയോസിനും SSLC ഹിസ്റ്ററിയുടെ ഓഡിയോസിനും അതേപോലെ മാത്സിന്റെ ഫുൾ വീഡിയോസിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇതേപോലെ കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9895644616. ഓൺലൈൻ സയൻസ് ക്ലാസ്സസ് ആവശ്യമുള്ളവരും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. 3rd സ്റ്റാൻഡേർഡ് to 8th സ്റ്റാൻഡേർഡ് എല്ലാ സബ്ജക്ട്സിന്റെ ട്യൂഷൻസും എടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട്. അത് ആവശ്യമുള്ളവരും ഞങ്ങളെ സെയിം നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9895644616. എല്ലാവരും ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യണം, അതേപോലെ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താലേ ഫസ്റ്റ് തുടക്കത്തിലൊക്കെ സെർച്ച് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും തുടക്കത്തിലൊക്കെ വരുള്ളൂ. അപ്പൊ കുട്ടികൾക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ മാക്സിമം കുട്ടികൾക്ക് ഇത് റീച്ച് ചെയ്യുന്നത് പോലെ നിങ്ങൾ മാക്സിമം ഇതിന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ see you in the next video. Thank you. Bye.